കുറച്ച് യുവതലമുറയിൽപ്പെട്ട ആളുകളൊക്കെ ഉണ്ട്. നമുക്ക് അവരോടൊക്കെ സംസാരിക്കാൻ തോന്നുന്നു. അടിപൊളി വൈബാണ്. ഇത്തവണ എന്താ കൊറേ ആളുണ്ടല്ലോ. നിഖിലിന്റെ കൂടെ ഫോട്ടോ എടുക്കാനൊക്കെ ഒരു ചേച്ചി വരുന്നേ. ചേച്ചി എങ്ങനെയുണ്ട് ആഘോഷം? ആഘോഷം ഒന്നും അറിയണ്ട, നിഖിലിന്റെ കൂടെ ഫോട്ടോ എടുത്താൽ മാത്രം മതി. നിഖിലിനോട് പാലക്കാട്ടുകാർക്ക് പ്രത്യേക സ്നേഹമുണ്ട്. ഞാൻ പാലക്കാട് വരുന്നതിന് മുമ്പ് നിഖിലായിരുന്നു, ശ്രീസ്റ്റേട്ടനായിരുന്നു, ശ്രീസ്റ്റേട്ടന് മുമ്പ് നിഖിലായിരുന്നു. അമ്മയുടെ പേര് പറയോ? പേര് പറഞ്ഞോ. ഞാൻ പാലക്കാട് തന്നെയാ. ചേട്ടൻ എവിടുന്നാ? എന്റെ ദാസ് പെരുമ്പ. എങ്ങനെയുണ്ട് ഇത്തവണ? വളരെ നന്നായിരുന്നു. നല്ല ക്രൗഡ് പാലക്കാട് തന്നെ. സൺഡേ ആയതുകൊണ്ടാണ് തോന്നുന്നു ഇത്രയും അങ്ങ് ക്രൗഡ്. കഴിഞ്ഞ പ്രാവശ്യം ഒന്നും ഇല്ലാത്തൊരു സൺഡേ കാരണം കൂടുതൽ ക്രൗഡ് ഉണ്ട്. നല്ല പ്രോഗ്രാമാണ്. വളരെ രാവിലെ എത്തി. രാവിലെ എത്തി. ഇത് എനിക്ക് തോന്നുന്നത് ഒരു 10 ദിവസമോ 3 ദിവസമോ ഇല്ല ആഘോഷമല്ല. അതിനപ്പുറത്തേക്ക് ഈ രഥങ്ങൾ ഒരുക്കുന്നത്, ഇതിന്റെ അറ്റകുറ്റപ്പണികള്, ഈ റോഡിന്റെ അറ്റകുറ്റപ്പണി, അങ്ങനെയുള്ള ഒരുപാട് 10 ദിവസം നീണ്ടു നിൽക്കുന്ന സംഗീതോത്സവമുണ്ട്. അതിൽ ഒരുപാട് പ്രതിഭകൾ വന്ന് പാടുന്നുണ്ട്. അപ്പൊ ഇന്ന് രാവിലെ നമ്മുടെ മോർണിംഗ് ഷോയിൽ പങ്കെടുത്ത ശ്രുതി അടക്കമുള്ള ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുന്ന ആളുകളാണ്. അപ്പൊ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടിയുണ്ട്. ഷംന, ഈ വീടുകളിലൊക്കെ കയറി നോക്കൂ. ഇതിൽ പല വീടുകളിലും നന്നായിട്ട് കർണാട്ടിക് പാടുന്ന ആളുകളുണ്ട്. പല ഇൻസ്ട്രുമെന്റ്സ്, വയലിൻ, ഗിറ്റാർ ഒക്കെ പ്ലേ ചെയ്യുന്ന ആളുകളുണ്ട്, ഹാർമോണിയം പ്ലേ ചെയ്യുന്ന ആളുകളുണ്ട്. എല്ലാ വീട്ടിലും ഒരു കലാകാരനുണ്ടാവും. അതാണ് കൽപ്പാത്തിയുടെ ഒരു പ്രത്യേകത. നമ്മളൊക്കെ രാവിലെ മുതൽ ഇവിടെ തന്നെയാണല്ലോ കൽപ്പാത്തി. അപ്പൊ നമുക്ക് പല ആവശ്യങ്ങളും, ഇപ്പൊ ഈ വാഷ്റൂം പോവും, അങ്ങനെ പല ആവശ്യങ്ങളും നമ്മളോട് എന്തോ ഒരു സ്നേഹമാണ്. നമ്മളെ സ്വീകരിക്കുന്നതാണെങ്കിൽ ഒരു ജാതിയോ മതമോ. പാലക്കാട് തമിഴ്നാട്ടിലെ ഒരു കൾച്ചറാണ്. അതാണ് അങ്ങനെ ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ്. ലോകത്തിന്റെ എവിടെ നിന്ന് എത്തിയ ആൾക്കാരാണെങ്കിലും കൽപ്പാത്തിയിലെ ഒരു വീട്ടില്, അഗ്രഹാരത്തിലെ ഒരു വീട്ടിൽ അവർക്കൊരു സ്ഥലം ഉണ്ട് എന്നുള്ളത്. നമ്മുടെ 24ന്റെ ഒരു വലിയ ഫാനിനെ ഞാൻ പരിചയപ്പെടുത്താം. 24ന്റെ ഏത് പ്രവർത്തനം ഇവിടെ വന്നാലും അവർക്ക് പലതരത്തിലുള്ള സഹായങ്ങൾ കൊടുത്ത് ഇവനിവിടെ ഉണ്ടാവും. ഇവനിവിടെ ചെറിയൊരു കച്ചവടമൊക്കെ ഉണ്ട്. നമ്മുടെ ഒരു സ്ഥിരം ആളാണ്. 24ന്റെ ഒരു ഡൈ ഹാർഡ് ഫാൻ എന്ന് വേണമെങ്കിൽ പറയാം. അല്ലേടാ? സദ്യയാണ് നല്ല ഹേമം. എനിക്ക് അത് ഞാൻ കൊഴിഞ്ഞാൻ പറഞ്ഞ 3 ദിവസം വരണം. ഇഷ്ടമാണ്. ഓ, നല്ല സദ്യ ഇതുപോലെ എല്ലാവരും കൊടുത്താൽ നല്ല സന്തോഷമാണ്. എനിക്ക് വലിയ ഇഷ്ടമായി സദ്യ. വീട്ടിലെല്ലാം വെച്ചു, വിരുന്നേരൊക്കെ വിളിച്ചു. ഞാൻ വരില്ല, എനിക്ക് ഇവിടുത്തെ ഇഷ്ടം പറഞ്ഞു. എല്ലാവരും എൻ്റെ പിന്നിലേ വരിവരിയായി വന്നു. കോഴിക്കോട് 24 എൻകൗണ്ടറിൽ വളരെ നന്നായിട്ടുണ്ട്. അത് നോക്കൽ തൃപ്തി ഇതേ ഉള്ളൂ, ജീവിതത്തിൽ ഇതൊക്കെ ഉള്ളൂ പറഞ്ഞു. അമ്മമാരെല്ലാം ജോലിയായി വന്നോളി, ഡാൻസ് കളിക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യാം. തീർച്ചയായിട്ടും അതാണ്. നമ്മളിങ്ങനെ ഒരുപാട് പ്രയാസങ്ങളില്ലാത്ത ആളുകൾ ഉണ്ടാവില്ലേ അല്ലേ? പക്ഷെ അത് ആലോചിച്ച് നമ്മൾ വീട്ടിലിരുന്നിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. ഞാൻ പറഞ്ഞു എല്ലാവരും വന്നോളൂ, ഇതാ ജോലി ഇതന്നെ ഉള്ളൂ, നാളെ എന്താന്നുള്ള അറിയാം, രാത്രി കടന്നുറങ്ങി വന്നറിയാം. ഇതാണ് എപ്പോഴും ഹേമം പറഞ്ഞിട്ട് എല്ലാം കൊല്ലം വരാൻ പറഞ്ഞിട്ട് വന്നു. ഹാപ്പിയായി, എനിക്ക് വലിയ വലിയ സന്തോഷമായി. ഇവിടെ വരുമ്പോ മറ്റുള്ള പ്രയാസങ്ങളെ പറ്റി ഒന്നും ആലോചിക്കൂല. ഞാൻ വീട്ടിലെല്ലാ പണിയും ഒരുക്കും. പൈസ എനിക്ക് എവിടെന്നെങ്കിലും ആരെങ്കിലും തരും, പോയിട്ട് വാ പറഞ്ഞിട്ട് തരും. വലിയ സന്തോഷം എനിക്ക് ഇതിനേക്കാളില്ല. എല്ലാ സ്ഥലവും ടൂറ് വരും. ഇതാ അങ്ങനെ കൽപ്പാത്തി ശിവൻ എൻ്റെ ഭയങ്കരമായ ശക്തിയുള്ള ദൈവമാണ്. കൃഷ്ണനും പിന്നെ ഗണപതിയും ശക്തിയുള്ള ദൈവം എന്നെ വലിച്ചുകൊണ്ട് വന്ന മിഞ്ഞാന്ന് വന്ന് ഡോളിൻ്റെ കൂടെയൊക്കെ കളിച്ച് സന്തോഷമായി. എല്ലാമേ സന്തോഷമായി എനിക്ക്. ഇത്ര ഭംഗിയായിട്ട് അവർ സംസാരിക്കുന്നല്ലേ? കൽപ്പാത്തിയിൽ വരുമ്പോ അവർക്കുള്ള ഒരു അനുഭവത്തെ കുറിച്ച് പറയായിരുന്നു. ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യമായിട്ട് രഥം വലിച്ചു. സാധാരണ ഇങ്ങനെ പുറത്തുനിന്നൊക്കെ വന്നിട്ട് രഥം വലിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അത് പറ്റാറില്ല. എനിക്ക് പറ്റിയെന്ന് പറയുമ്പോൾ അത് ഭയങ്കര ദൈവത്തിനോട് ഭയങ്കര സന്തോഷം. ആദ്യമായിട്ട് വരുന്ന ഒരു സമയത്ത് തന്നെ വലിക്കാൻ പറ്റി. ഇത് ചുമന്നിരിക്കണല്ലേ വലിച്ചിട്ട് ശക്തി എടുത്തിട്ട് അങ്ങ് വലിച്ചു. ഹാപ്പി, താങ്ക്സ് ടു ഗോഡ്. അപ്പൊ വരും വർഷങ്ങളിലും രഥോത്സവത്തിന്റെ ഭാഗമാവാൻ പറ്റട്ടെ. എല്ലാ വിധത്തിലുള്ള ആശംസകളും. താങ്കൾ ചേട്ടൻ്റെ അടുത്ത് കൂടെ സംസാരിച്ചോളൂ. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. എന്താ പറയാ, ആദ്യമായിട്ടാണ് വന്ന് വലിച്ച്. അതൊരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയി പോയി. ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ഫസ്റ്റ് ടൈം എല്ലാം സാധിച്ചു. താങ്ക്സ് ടു ഗോഡ്. അന്നദാനത്തിനൊക്കെ നല്ല ഭക്ഷണം കേട്ടിട്ടുണ്ട്. കഴിച്ചോ? ഇല്ല, കഴിച്ചിട്ടില്ല. അടുത്ത പ്രാവശ്യം ഞാൻ നെക്സ്റ്റ് ടൈം ഷോ. ചേട്ടാ എവിടുന്നാ? കൽപ്പാത്തിക്കാരൻ? അല്ല, ഞാൻ മണ്ണാക്കാട്. എങ്ങനെയുണ്ട്? സൂപ്പറായിരുന്നു, അടിപൊളി. മണ്ണാർക്കാട് ഉത്സവങ്ങളുടെ നാടല്ലേ? ഉത്സവങ്ങളുടെ നാടാണ്. എല്ലാ വർഷം തോറും വരാറുണ്ട്. അടിപൊളി പരിപാടി. മന്ദക്കാരെ കബഡി സൂപ്പറായിരുന്നു. മാത്രമല്ല ഇനി അത് അടുത്ത 5 അത് ഗംഭീരമായി വരുന്നു. നമുക്ക് കൊല്ലത്ത് നിന്നുള്ള രണ്ടുപേരാണ്. എങ്ങനെയുണ്ട് കൽപ്പാത്തി അനുഭവം? കൊല്ലം കോട്ടയം. ഞങ്ങള് 96 നവംബറിൽ ഞാൻ പാലക്കാട് NS എഞ്ചിനീയറിംഗ് കോളേജ് ജോയിൻ ചെയ്യാൻ വന്നത് ഇതുപോലൊരു നവംബർ 16-ാം തീയതി കൽപ്പാത്തി രഥോത്സവം പ്രാദേശിക അവധിയെന്ന് അറിയാൻ വയ്യാതെ വന്നതാ. വന്നപ്പോഴാണ് പറയുന്നത് കോളേജിൽ നിന്ന് അവധിയാണെന്ന്. നേരെ ബാഗും വെച്ചിട്ട് നേരെ ഇനി ഇവിടെ പോരുന്നത്. അങ്ങനെ വന്ന് 28 വർഷമായിട്ട് പാലക്കാട്ടെ ഈ അതിമനോഹരമായ കാഴ്ച ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്.
ഒരു ബാക്ക് പെയിൻ കാരണം ഇന്ന് വരാതിരിക്കാൻ വേണ്ടി നല്ല ഉറക്കം വന്നില്ല. അങ്ങനെ ഫ്രണ്ട് കാറും എടുത്തുകൊണ്ട് വന്ന് ഈ സ്ഥലത്ത് വന്ന് ഞങ്ങൾ ഇത് കണ്ടു. ഇത്രയും വളരെ ആത്മാർത്ഥമുള്ള ആളുകളാണ് പാലക്കാട്ടുകാരെന്ന് പറയുന്നത്. അപ്പൊ ആ രഥോത്സവ പ്രേമിക്ക് ഒരു കൈ കൊടുക്കാതെ വയ്യ. അപ്പൊ നമ്മൾ ഇതിന്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ചകളിലേക്ക് ഉടനെ രാജു പെട്ടെന്ന് ബാൻ ചെയ്താൽ ആ ഒരു രഥം ഇവിടേക്ക് ഇങ്ങനെ കടന്നു വരുന്നത് നമുക്ക് കാണാൻ കഴിയും. അത് ദേവരഥ സംഗമത്തിൽ ഇല്ലാത്ത രഥമാണ്. ആ രഥം കൂടി കടന്നു പോകുന്നതോട് കൂടിയിട്ട് ഇനി എല്ലാ കണ്ണുകളും എത്താൻ പോകുന്നത് ദേവരഥ സംഗമം എന്ന ആ മനോഹരമായിട്ടുള്ള കാഴ്ചയിലേക്കാണ്. 5 രഥങ്ങൾ ഇങ്ങനെ നിരന്ന് നിൽക്കുന്ന ആ കാഴ്ചയിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. വളരെ ചുരുങ്ങിയ സമയത്തിനകം നമ്മൾ തിരിച്ചു വരും, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.